എന്താണ് GNM അഥവാ ജനറൽ നേഴ്സിംഗ്? ഇത് പഠിച്ചാലൊക്കെ ജോലി കിട്ടുമോ? GNMും BSc നേഴ്സിംഗും തമ്മിൽ എന്താണ് വ്യത്യാസം? ഇത് ആർക്കൊക്കെ പഠിക്കാം? ഇതിൻ്റെ എലിജിബിലിറ്റി എന്താണ്? അഡ്മിഷൻ പ്രൊസീജിയർ എങ്ങനെയാണ്? ജനറൽ നേഴ്സിംഗ് പഠിച്ചിറങ്ങിയാൽ ജോലി സാധ്യതയും സാലറിയും എങ്ങനെയായിരിക്കും? കേരള, തമിഴ്നാട്, കർണാടക സംസ്ഥാനത്തിലെ GNM പഠിക്കാൻ പറ്റിയ നല്ല കോളേജുകൾ ഏതൊക്കെയാണ്? ഇത്തരത്തിലുള്ള ഒരുപാട് സംശയങ്ങൾ നിങ്ങൾക്കുണ്ടാവും. ഈ സംശയങ്ങൾക്കെല്ലാം ഉത്തരമായിട്ടാണ് നമ്മൾ ഇന്ന് ഈ വീഡിയോ ചെയ്യുന്നത്. തീർച്ചയായിട്ടും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ പൂർണ്ണമായും കാണാൻ ശ്രമിക്കുക. അതോടൊപ്പം GNM അഡ്മിഷൻ നോക്കുന്ന നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കൊക്കെ മാക്സിമം ഈ വീഡിയോ ഷെയർ ചെയ്യുക. +2 ബയോളജി പഠിക്കാതെ പോയവർക്കും ഹ്യൂമാനിറ്റീസ്, കൊമേഴ്സ്, VHSC ഉള്ളവർക്കും നേഴ്സിംഗ് രംഗത്തേക്ക് ടേൺ ചെയ്യാനുള്ളൊരു മികച്ച ഓപ്ഷനാണ് GNM എന്ന് പറയുന്നത്. +2 ഏത് സ്ട്രീം എടുത്ത കുട്ടികൾക്കും മിനിമം 50% മാർക്കോടെ പാസ്സാവാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ കോഴ്സ് പഠിക്കാൻ എലിജിബിൾ ആണ്. GNM എന്നത് ഒരു 3 വർഷ ഡിപ്ലോമ പ്രോഗ്രാമാണ്. മാത്രമല്ല BSc നേഴ്സിംഗ് കോഴ്സിനെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ വളരെ കുറഞ്ഞ ഫീസിൽ GNM കോഴ്സ് നിങ്ങൾക്ക് പഠിക്കുവാൻ സാധിക്കും. കൂടാതെ തന്നെ BSc നേഴ്സിംഗുകാർക്ക് ലഭിക്കുന്ന രീതിയിലുള്ള അതേ ജോലി അവസരങ്ങളും സാലറിയും എല്ലാം തന്നെ ഇന്ത്യക്കകത്തും ഇന്ത്യക്ക് പുറത്തും GNM കോഴ്സ് കഴിഞ്ഞ സ്റ്റുഡൻസിനും ലഭിക്കാറുണ്ട്. വേണമെങ്കിൽ നിങ്ങൾക്ക് GNMന് ശേഷം 2 വർഷത്തെ പോസ്റ്റ് BSc കൂടി കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ BSc നേഴ്സിംഗുകാരുടെ അതേ രീതിയിലുള്ള ഈക്വൽ ക്വാളിഫിക്കേഷൻ നിങ്ങൾക്കും കിട്ടുന്നതാണ്. DHS, DME, സെൽഫ് ഫിനാൻസ് അഥവാ പ്രൈവറ്റ് കോളേജുകൾ എന്ന രീതിയിലാണ് GNMന്റെ കേരളത്തിൽ അഡ്മിഷൻ എന്ന് പറയാം. നേഴ്സിംഗ് കൗൺസിലിന്റെ അണ്ടറിൽ BSc നേഴ്സിംഗിനെ പോലെ തന്നെയാണ് GNMും വരുന്നത്. ഈ ഒരു കോഴ്സ് കേരളത്തിൽ മാത്രമല്ല ഔട്ട്സൈഡായിട്ട് കർണാടകയിലെ ബാംഗ്ലൂർ, മംഗലാപുരം, മൈസൂർ ഭാഗത്തേക്കും തമിഴ്നാട്ടിലെ കോയമ്പത്തൂർ, ചെന്നൈ, സേലം ഭാഗത്തേക്കും മലയാളി സ്റ്റുഡൻസ് ചൂസ് ചെയ്ത് പഠിക്കാറുണ്ട്. കേരളത്തേക്കാൾ കൂടുതൽ കോളേജുകളുള്ളതും GNM സീറ്റുകളുടെ അവൈലബിലിറ്റിയും കർണാടക, തമിഴ്നാട് വരുന്നതും പ്ലേസ്മെന്റ് ഫൈനലറി കിട്ടാനുള്ള സാധ്യത കൂടുതലുമാണ് ജനറൽ നേഴ്സിംഗ് എന്ന കോഴ്സ് പല മലയാളീസും പുറത്തുപോയി പഠിക്കാനുള്ള കാരണം. ഇത് മാത്രമല്ല, ഇനി നമ്മൾ അബ്രോഡൊക്കെ പോയി പഠിക്കാൻ നോക്കുന്ന സ്റ്റുഡൻസ് ആണെങ്കിൽ കേരളത്തിന് പുറത്തു പോയി പഠിക്കുന്നത് നിങ്ങളുടെ ലാംഗ്വേജ് ഒക്കെ കുറച്ചുകൂടി ഫ്ലുവൻ്റ് ആക്കാൻ നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നതാണ്. GNMന് അഡ്മിഷൻ നോക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. നല്ല ഫാക്കൽറ്റീസും നല്ല ഫെസിലിറ്റീസും ഹോസ്പിറ്റൽ ഫെസിലിറ്റീസും ഒക്കെയുള്ള ഒരു കോളേജിൽ തന്നെ മാക്സിമം പഠിക്കാൻ ശ്രമിക്കുക. നിങ്ങൾക്ക് നല്ല ബെറ്റർ ആയിട്ടുള്ള എഡ്യൂക്കേഷനും ക്ലിനിക്കൽ എക്സ്പീരിയൻസും ഒക്കെ അവിടെ നിന്ന് കിട്ടാൻ സാധ്യതയുണ്ട്. ഇനി GNMന്റെ അഡ്മിഷൻ പ്രൊസീജിയർ, നല്ല കോളേജുകൾ, ഇത്തരം കാര്യങ്ങളെക്കുറിച്ച് നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളോ അഭിപ്രായങ്ങളോ ഉണ്ടെങ്കിൽ 8072918097 എന്നെൻ്റെ വാട്സ്ആപ്പ് നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്യാം. ഉത്തരവാദിത്തത്തോടുകൂടി നല്ല കോളേജുകളിലേക്ക് ഡയറക്റ്റ് അഡ്മിഷൻ ചെയ്തു തരുന്നതുമാണ്. പുതിയ വീഡിയോയുമായി നമുക്ക് ഇനിയും കാണാം. ബൈ.